അപ്പൊ ഗൈസ് ഞങ്ങള് ദുബായി പോവാണ് കേട്ടോ. വ്യാഴാഴ്ച തന്നെയാണ് ബാബി വന്നതും. ബാബി രാവിലെ എത്തിയതും. ഫുഡേക്കൽ കഴിഞ്ഞിട്ട് 1 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചാണ്. ഇപ്പൊ സമയം 3 മണിയായി. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിരിക്കണോന്ന് ഉറപ്പ് വരുത്തുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ പോണ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മള് ആദ്യം പോണത് നമ്മള് റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. ഹോട്ടൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടാണ് ഫസ്റ്റ് പോണത്. ഫസ്റ്റ് പോയിട്ട് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മളെ എൻ്റെ ഇക്കാമാരും ഉമ്മയും ഉമ്മ ഇപ്പോൾ വന്നതാണ്. ഇക്കാമാര് താത്തായൊക്കെ അവിടെ ഓൾറെഡി ആണ്. അവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമുക്ക് പോവാം. ഓക്കെ. നമ്മളിതാ ഹത്ത ബോർഡർ എത്തിയിട്ടുണ്ട്. 4:57 ആയിട്ട് സമയം. ഞങ്ങൾ 3 മണിക്കാണ് കറക്റ്റ് ഇറങ്ങിയത്. ഇപ്പൊ 4:57 നമ്മള് ഹത്ത ബോർഡർ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഇവിടുന്ന് വീഡിയോ അലൗഡ് അല്ല. അപ്പൊ എന്തായാലും ബോർഡറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. പിന്നെ ഒമാൻ ബോർഡറും ദുബായ് ബോർഡറും ക്രോസ് ചെയ്ത് ഇപ്പോൾ നമ്മളെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് എൻ്റർ അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ അൽഹംദുലില്ലാഹ് സുഖമായിട്ട് ദുബായിലെത്തി. ഞാനെന്താ വണ്ടി ഓടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ജാബിക്കാക്ക് ഇവിടുത്തെ വിസയാണ്. അപ്പൊ പിന്നെ ഇവിടെ ലൈസൻസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വിസ ഉള്ളവർ ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഒമാനത്തെ വണ്ടി ഞാൻ പറയട്ടെ ഇവിടുത്തെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ദുബായ് ബോർഡർ മുതലാണ് ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മളെ ഹോട്ടൽ ഇവിടെ ഫ്രണ്ടിൽ അർബാൻ അൽ ഖൂരി ഹോട്ടൽ, ഇതാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. ഇപ്പം സമയം 7:33 ആയിട്ടാ. ഞങ്ങളെത്തി കാർ പാർക്കിങ്ങിലാണ്. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് ചെക്കിങ് ചെയ്യാണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത്
എന്നിട്ടിപ്പോൾ ഇതാ ഈ റൂമിൽ പോകണ്ടിട്ടാ ഷാൾ പിടിച്ചിരിക്കില്ലേ. പിന്നെ വെള്ളം ചായ കോഫി ഒക്കെ ഫ്രീ അൺലിമിറ്റഡ്. മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ജിമ്മുണ്ട്, സ്വിമ്മിങ് പൂൾ ഉണ്ട് അങ്ങനെ. പിന്നെ 6 to 10:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. പിന്നെ നമ്മൾ എന്തായാലും നീക്കുമല്ലോ. 307. കം ഹിയർ. ഇവിടെ ചുറ്റൊന്ന് കാണിച്ചു തരാം. 301. 301 ദുബായ്. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഞങ്ങളങ്ങനെ സ്റ്റേക്കേഷനൊന്നും വന്നില്ല. അപ്പോൾ ഇതാ റൂം ഗൈസ്. ഇതൊക്കെ മതി, ധാരാളം. ആളിപ്പോൾ വശമാണെങ്കിൽ TV വെക്കാണ്. ഇവിടെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ? ഇവിടെ റോഡ് കുഴപ്പമില്ല. ഇതാണ് പിന്നെ നമുക്ക് വേണ്ടി. ഇതൊക്കെയാണ്. ലോക്കറൊക്കെ ഉണ്ട്. ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ തോർത്തൊന്നും വേണ്ട. ഇത് പിന്നെ അറിയാലോ അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് റൂം വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മൂത്തക്കാട വീട്ടിലാണ്. ഇത് മൂത്തക്കാട വലിയൊരു മകൾ, ഇത് മൂത്തക്കാട വലിയൊരു മകൾ ഇൻഷാന് ഷീനും. അപ്പോൾ ഭാബി ഇവിടെ പുറത്ത് പോയിക്കാണ്, ഇപ്പോൾ വരും. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കണ്ട് സംസാരിച്ചിട്ട് ഇരിക്കുകയാണ്. നമ്മളെ റൂമിൽ നിന്ന് ഒരു ഇത്തിരി ഉള്ളൂ, ഒരു 5 മിനിറ്റും കൂടി ഇല്ല അങ്ങോട്ടേക്ക് എത്താൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പോൾ സംസാരിച്ചിട്ടാണ് കിച്ചണിൽ പോയിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ സമയം 9 മണിയായി. നമ്മൾ 8:30 to 10:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ റിസപ്ഷനിൽ അങ്ങോട്ട് പോകാം.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വിമ്മിങ് പൂളുണ്ട്, അപ്പം അങ്ങോട്ടൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ്. കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളുടെ വീട്ടിൽ വലിയക്കട വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും സ്വിമ്മിങ് പൂളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് സെറ്റ് ആയതാണ് കേട്ടോ. ഇനി നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ ദുബായിലൊരു ഷോപ്പിലേക്ക് വന്നിക്കുകയാണ് കേട്ടോ. നമ്മളെ അൽഫാൻ എമിറേറ്റ്സാ അങ്ങനെ ഷോപ്പിലേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഉണ്ട്. ഇതാ ഇതിനൊക്കെ 45, 4,500. എവിടുത്തെ 4,500? ഒമാനിത്ത്. കുറേ വെടിയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല ഫ്ലെയറുള്ള വെടി ഒക്കെ കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്ലെയർ ഫ്ലെയർ സിൽക്ക് സ്മിതയുടെ പോലെ. ബ്ലാക്ക് ഇല്ല, ബ്ലാക്ക് മാത്രമേ അവൈലബിൾ ആണ്. ഗെയിം പിന്നെ ഷർട്ട്